ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. നമുക്കറിയാം ഇവിടെയൊക്കെ ഫ്ലാറ്റ് ലൈഫാണ്, അതുകൊണ്ട് തന്നെ സ്പേസുകൾ വളരെ കുറവായിരിക്കും. പലരും ചോദിക്കാറുണ്ട് സ്പേസ് സേവിങ് ഐഡിയാസൊക്കെ ഉണ്ടോ എന്നുള്ളത്. അത് കാണിച്ചു തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി, ഇത് അടുക്കള കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളൊരു ചെറിയ ഏരിയ ആണ്. ഏതാണ്ടൊരു 3 അടിയോ 4 അടിക്കകത്തുള്ള സ്പേസേ ഉള്ളൂ. ഇതിനപ്പുറം അവർ ഗ്രില്ലിങ്ങനെ ചെയ്തിട്ട്, ഇത് ഫസ്റ്റ് ഫ്ലോറാണ്, പുറത്ത് താഴെ റോഡ്, അതുപോലെ തന്നെ അപ്പുറ സൈഡുകളിലെല്ലാം വീടുകളാണ്. ഇവിടെ ഈ ബാൽക്കണി പോലുള്ളൊരു സ്പേസിനകത്ത് ഇങ്ങനെ ഗ്രില്ല് പോലെ അവർ ചെയ്തതിന് ശേഷം അവിടെയാണ് അവിടെ വർക്ക് ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇത് കാണിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, തുണിയൊക്കെ നമുക്ക് വിരിച്ചിടാൻ മറ്റ് സൗകര്യങ്ങളൊന്നും ഇവിടങ്ങളില്ല. പക്ഷേ അവർ ഈ 4 അടിക്കകത്ത് വരുന്ന ഈ സ്പേസിലാണ് ആ തുണി ഉണക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനീ പറയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അയ്യോ ഈ പറയുന്നത് പോലെ എവിടെയായി തുണിയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ ചുറ്റും കാണിച്ചു തരാം. ഇവിടെ എങ്ങും അത് കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് ഇവരുടെ ഐഡിയ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത് കണക്കൊരു സാധനം നിങ്ങൾ ഈ ചോരിൽ കണ്ടോ? ഏതാണ്ട് തറയിൽ നിന്ന് ഇത്ര പൊക്കത്തിനേ ഉള്ളൂ. 1, 2, 3, 4, 5, 6 ഒരു ക്ലിപ്പും അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള കയറുകളും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം തുണി എവിടെയാണെന്നുള്ളത്. നോക്കിക്കോണം. ഞാനിതിങ്ങനെ ഇതിൽ നിന്ന് ക്ലിപ്പ് റിമൂവ് ചെയ്യുന്നു. നേരെ ഇതിങ്ങനെ പതുക്കെ അയച്ചു കൊടുക്കും. നിങ്ങൾ നോക്കിയോ, മേളിൽ നിന്നൊരു റാഡ് താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. കണ്ടോ? ഇത് നമ്മുടെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് തുണി ഇല്ലാത്തൊരു റാഡാണ്. ഈ തുണി അവരിട്ടിരിക്കുന്ന ഒരു റാഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ക്യാമറ എൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഈ ഒരു ഡിഫിക്കൽട്ടി. ഇത് വളരെ ഈസിയാണ് ക്ലിപ്പ് ചെയ്യാൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു ക്യാമറ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിടാനായിട്ട് ചെറിയ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത്. ഞാൻ രണ്ടാമത്തത് ഞാൻ റിമൂവ് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ എനിക്കിപ്പോൾ തുണി എടുക്കണം, മേലുള്ള തുണി എടുക്കണം. കണ്ടോ? ഇത് നേരെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്നു. ഈ തുണി ഞാൻ എടുക്കുന്നു, അല്ലെങ്കിൽ നനച്ചിട്ട തുണി ഇടുന്നു. ഇത് പോകുന്നത് നേരെ സീലിങ്ങിൻ്റെ അടുക്കലാണ്. നിങ്ങൾ നോക്കിയാൽ കണ്ടോ? സീലിങ്ങിൻ്റെ അവിടെ ചെല്ലുന്നു. ഞാനിത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ടൈ ചെയ്യുന്നു. ഇത് ഞാൻ നോക്കിയേ, ഇതെവിടെ ഇത് ക്രമീകരിച്ച് പറഞ്ഞാൽ ഇതിങ്ങനെ നേരെ മേലോട്ടാണ്. ഈ സീലിങ്ങിൻ്റെ ഈ ഒരു സ്ഥലത്താണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം താഴെ ഇതിപ്പം 1, 2, 3, 5 എണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, എത്ര ക്ലിപ്പുകൾ വേണമെങ്കിലും കൊടുത്ത് നമുക്ക് ഇതുപോലത്തെ കയർ ക്രമീകരിക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സീലിങ്ങിൻ്റെ ഹൈറ്റിൽ അത്രയും സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർ 1, 2, 3, 4, 5 റാഡുകൾക്കകത്താണ് 1, 2, 3, 4, 5, 6 6 റാഡുകൾക്കകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, ഇതിങ്ങനെ നമുക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മേളിൽ ഇവിടെ കണ്ടോ ഒരു കപ്പി പോലത്തെയുള്ള സംഭവം, അതിനകത്ത് ഒരു സ്റ്റീൽ റാഡ്, ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്ത് ഈ കപ്പി പോലെയുള്ള ഒരു കപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. കപ്പിക്കകത്തൊരു കയറിട്ട് ഈ റാഡിനകത്തേക്ക് അത് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഇങ്ങനെ 2 എൻഡിലും അതിങ്ങനെ വരുന്നുണ്ട്. 2 എൻഡിലും ഇത് വന്നതിന് ശേഷം ഇത് നേരെ ഇങ്ങനെ താഴേക്ക് വന്ന് ഇങ്ങനെ നേരെ അവിടെ നേരെ ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ ഈ പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും. ഇത് വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പം ഈ ഹൈറ്റിന് മതിയെങ്കിൽ ഈ ഹൈറ്റിന് വയ്ക്കാം, ഈ ഹൈറ്റിന് മതിയെങ്കിൽ ഈ ഹൈറ്റും ഇവിടെ വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു സീലിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ്, വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ താഴെ മതിയെങ്കിൽ ഈ ക്ലിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും അതുകൊണ്ട് വെച്ചിട്ട് ലോക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ നോക്കിയേ, ഇത്ര ചെറിയ സ്പേസിനകത്ത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ തുണി കിടക്കുന്നതൊന്നും ഒരിടത്തും കാണാൻ പറ്റത്തില്ല, ഒരു ഡിസ്റ്റർബൻസ് നമുക്കില്ല. ഇവിടെയൊക്കെ നമുക്ക് നിന്ന് തിരിയാം, മൂവ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 2 ഉപയോഗമാണ്. ഒന്ന്, ഈ തുണി കിടക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും ഇങ്ങനൊരു സ്ഥലത്താണ് ഇത് ഇട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇത് ഈ നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ചെറിയ സ്പേസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ഥലം സേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ഇതൊന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത ആവശ്യങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നേരെ ഇവിടെ കാണുന്ന ക്ലിപ്പ് ചെയ്യുന്നു, നമുക്ക് ആവശ്യം പോലെ റിമൂവ് ചെയ്യാം, എടുക്കാം. എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഒരുപക്ഷെ നിങ്ങൾ വേറൊരു രീതിയിലൊക്കെ ഈ ടെക്നോളജി വേറെ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നു. ഓക്കെ.